ഇനി നമ്മൾ നോക്കണ ഔട്ട്പുട്ട് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിനകത്ത് ഔട്ട്പുട്ട് എങ്ങനെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, ഏത് ഫോമിലൊക്കെ നമുക്ക് ഔട്ട്പുട്ടിനെ പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ അത് നോക്കാം. ഫസ്റ്റ് തന്നെ കൺസോൾ ഡോട്ട് ലോഗ്. ഇത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഡീബഗിങ് പർപ്പസ്. ഡീബഗിങ്ങിന്റെ സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് കൺസോൾ ഡോട്ട് ലോഗ് യൂസ് ചെയ്യുന്നത്. You can call the console.log method in the browser to display data. നമ്മുടെ ബ്രൗസറിനകത്ത് ഡാറ്റേനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് console.log എന്ന് പറഞ്ഞ മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത് കൺസോളിൽ ഔട്ട്പുട്ടിനെ പ്രിന്റ് ചെയ്യുന്നത്. നമ്മൾ ഇത് മെയിൻ ആയിട്ട് ഡീബഗിങ് പർപ്പസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ബ്രൗസറിനകത്ത് ഡാറ്റേനെ ഒക്കെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമ്മൾ console.log മെത്തേഡ് യൂസ് ചെയ്യുന്നു. അപ്പൊ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എക്സിക്യൂട്ട്സ് ലൈൻ സെൻസ് ഹലോ വേൾഡ് ടു ഡെവലപ്പർ കൺസോൾ യൂസ് ദി ഹലോ വേൾഡ്. അപ്പൊ നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുവാണെന്ന് വെച്ചോ, കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ഒരു ഡബിൾ കോട്സിന്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ സെൻസ് ഹലോ വേൾഡ് ടു ഡെവലപ്പർ കൺസോൾ യു സി ഹലോ വേൾഡ്. അപ്പൊ ഹലോ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോളിലേക്ക് സെൻഡ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഹലോ വേൾഡ് നമുക്ക് കിട്ടുന്നു. ഇപ്പൊ നമ്മള് ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഡെവലപ്പർ കൺസോൾ, ഇപ്പൊ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് ഉണ്ടെന്ന് വെച്ചോ. ഇത് അപ്പൊ നമ്മൾ റൺ ചെയ്യുമ്പോഴത്തേക്കും ഡെവലപ്പർ കൺസോളിലേക്ക് ഹലോ വേൾഡിനെ സെൻഡ് ചെയ്യും. അപ്പൊ നമുക്ക് കൺസോളിൽ ഹലോ വേൾഡ് എന്ന് കിട്ടും. ഇനി അടുത്തത് നമുക്ക് അലേർട്ട് വെച്ചിട്ട് നമുക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാമെന്നാണ് പറയുന്നത്. ഷോസ് പോപ്പപ്പ് മെസ്സേജ്. അലേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പപ്പ് മെസ്സേജിനെ ഷോ ചെയ്യുന്നു. ഇതെങ്ങനെയാ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലേർട്ട് വെൽക്കം ടു മൈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെയാണ് നമുക്ക് കോഡ് എഴുതാനായിട്ട് പറ്റുന്നത്. ഇങ്ങനെയാണ് അലേർട്ടിന് വേണ്ടിയുള്ള കോഡ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാ വർക്ക് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗസർ ഷോസ് അലേർട്ട് ബോക്സ്. ബ്രൗസർ ഒരു അലേർട്ട് ബോക്സിനെ കാണിക്കുന്നു, ഷോ ചെയ്യുന്നു മെസ്സേജ് വെൽക്കം ടു മൈ വെബ്സൈറ്റ്. അപ്പൊ ആ അലേർട്ട് ബോക്സിനകത്ത് വെൽക്കം ടു മൈ വെബ്സൈറ്റ് എന്നായിരിക്കും മെസ്സേജ് ഉണ്ടാവുന്നത്. കാരണം അലേർട്ടിനകത്ത് നമ്മൾ എന്ത് എഴുതി വെച്ചാണ് വെൽക്കം ടു മൈ വെബ്സൈറ്റ്. അപ്പൊ മെസ്സേജ് ആയിട്ട് വെൽക്കം ടു മൈ വെബ്സൈറ്റ് എന്ന് വന്നിട്ട് ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. യൂസർ മസ്റ്റ് പ്രസ് ഓക്കെ ടു കണ്ടിന്യൂ. നമുക്ക് അതിനകത്ത് ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് അലേർട്ട് എന്നാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. യു ക്യാൻ സ്കിപ്പ് ദ വിൻഡോ കീവേഡ്. ഇൻ ജാവാസ്ക്രിപ്റ്റ് ദ വിൻഡോ ഒബ്ജക്റ്റ് ഈസ് ദ ഗ്ലോബൽ scope object. This means that variables, the properties and methods by default belong to the window object. This also means that specifying the window keyword. അപ്പൊ നമ്മൾ വിൻഡോ ഡോട്ട് അലേർട്ട് എന്ന് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല നമുക്ക്. കാരണം എന്നാന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിനകത്ത് വിൻഡോ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ സ്കോപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ വിൻഡോ ഡോട്ട് അലേർട്ട് എന്ന് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. നമ്മുടെ വേരിയബിൾസ് ആയാലും പ്രോപ്പർട്ടീസ് ആയാലും മെത്തേഡ്സ് ആയാലും എല്ലാം വിൻഡോ ഒബ്ജക്റ്റിനകത്ത് ഉള്ളതാണ്. വിൻഡോ ഒബ്ജക്റ്റിനകത്ത് ഉള്ളതാണ് വേരിയബിൾസ് ആയാലും പ്രോപ്പർട്ടീസ് ആയാലും മെത്തേഡ്സ് ആയാലും. അതൊരു ഗ്ലോബൽ സ്കോപ്പ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ വിൻഡോ ഒബ്ജക്റ്റിനകത്ത് ഉള്ളതാണ് ഇതെല്ലാം. അപ്പൊ എന്താണ് വിൻഡോ, അത് കാരണം നമ്മൾ വിൻഡോ കീവേഡ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ഓപ്ഷണൽ ആണ് എന്നാണ് പറയുന്നത്. വിൻഡോ കീവേഡ് നമ്മൾ അപ്പൊ സ്പെസിഫൈ ചെയ്യണ്ട. കാരണം ഇതെല്ലാം വിൻഡോ എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ സ്കോപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മൾ അലേർട്ടിനകത്ത് നമ്മൾ വിൻഡോ കീവേഡ് നമ്മൾ യൂസ് ചെയ്യണ്ട എന്നാണ് പറയുന്നത്. ഓപ്ഷണൽ ആണ് എന്നാണ് പറയുന്നത്. കാരണം ഗ്ലോബൽ സ്കോപ്പ് ഒബ്ജക്റ്റ് ആണ്, നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. നീ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇന്നർ HTML എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ്സ് ഓർ സെറ്റ്സ് HTML ഇൻസൈഡ് ആൻ എലമെന്റ്. നമ്മുടെ എലമെന്റിനകത്തുള്ള എലമെന്റിന്റെ ഉള്ളിൽ നമ്മുടെ HTML-നെ നമുക്ക് ഗെറ്റ് ചെയ്യാനോ സെറ്റ് ചെയ്യാനോ ഒക്കെയാണ് നമ്മൾ ഇന്നർ HTML യൂസ് ചെയ്യുന്നത്. ഇപ്പൊ യൂസ് ഇന്നർ HTML when you want to change an HTML element. അതായത് HTML എലമെന്റിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ നമുക്ക് ഇന്നർ HTML എന്ന് പറയുന്ന ഇത് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതൊരു എലമെന്റ് ആണ്. div id ബോക്സ് hello b bold div. അപ്പൊ div എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ട്, അതിനകത്ത്
ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ ലെറ്റ് എലമെന്റ് ഈസ്കൽ ടു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ബോട്ട്സ് കൺസോൾ ഡോട്ട് ലോഗ് എലമെന്റ് ഡോട്ട് ഇന്നർ എസ് ടി എം എൽ എലമെന്റ് ഡോട്ട് ഇന്നർ എസ് ടി എം എൽ ഈസ്കൽ ടു ഹായ് ഇതെന്ന് പറഞ്ഞിട്ട് പേര്. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ടാഗ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്നാന്ന് വെച്ചാൽ എലമെന്റ് ഡോട്ട് ഇന്നർ എസ് ടി എം എൽ എന്ന് പറയുന്നത് എലമെന്റ് ഡോട്ട് ഇന്നർ എസ് ടി എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ്സ് എന്താ എലമെന്റ് ഡോട്ട് ഇന്നർ എസ് ടി എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ്സ് ഹലോ ഹലോ ബി വേൾഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നു. അപ്പൊ എലമെന്റ് ഡോട്ട് ഇന്നർ എസ് ടി എം എൽ. അപ്പൊ ഇതിനകത്ത് എലമെന്റ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് നമ്മൾ എന്നാന്ന് വെച്ചാൽ ഐ ഡി ബോട്ട്സ് എന്ന് പറഞ്ഞ ഐ ഡിയിലുള്ള എലമെന്റിനെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇതിനകത്തേട്ട് സ്റ്റോർ ചെയ്യുന്നു. ഈ എലമെന്റ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതിനകത്ത് ബോസ് ഐ ഡിയിലുള്ള ഈ ഡിവ് എലമെന്റിനെ ഇതിനകത്തേട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് കൺസോളിൽ എന്താണ് എലമെന്റ് ആ എലമെന്റിനകത്തുള്ള ഇന്നർ എസ് ടി എം എല്ലിനെ എടുക്കുന്നു. ഇന്നർ എസ് ടി എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിബിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതാണ് ഇന്നർ എസ് ടി എം എൽ എന്ന് പറയുന്നത്. അതിനെ എടുത്തിട്ട് കൺസോളിൽ പ്രിന്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ് ഹലോ ബി വേൾഡ് എന്ന് പറഞ്ഞിട്ട് ബോൾഡിനകത്ത് ഫുള്ളായിട്ട് ഇന്നർ എസ് ടി എം എൽ കാണിക്കുന്നു. ഈ എലമെന്റ് ഡോട്ട് ഇന്നർ എസ് ടി എം എൽ ഈസ്ക്വൽ ടു ഹായ് ഐന്റെ ഉള്ളില് വൃന്ദ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അപ്പൊ ആ വേൾഡിന്റെ സ്ഥാനത്ത് അപ്പൊ നമ്മൾ ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പൊ എലമെന്റിന്റെ ഇന്നർ എസ് ടി എം എൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഹായ് ഐനകത്ത് വൃന്ദ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അപ്പൊ എലമെന്റ് ഡോട്ട് ഇന്നർ എസ് ടി എം എൽ റീഡ്സ് ഹലോ ബി വേൾഡ് എന്ന് പറഞ്ഞിട്ട് ബി ടാഗിന്റെ ഉള്ളിൽ ബോൾഡ് ആണ്. അപ്പൊ ബി ടാഗിന്റെ ഉള്ളിൽ ഫുള്ളായിട്ട് അത് കാണിക്കും. എന്തൊക്കെയുണ്ടോ ആ ടാഗ് ആ ഇന്നർ എലമെന്റിന്റെ ഉള്ളിലുണ്ടോ അത് ഫുള്ളായിട്ട് കാണിക്കുന്നു. കൺസോൾ പ്രിന്റ്സ് ദാറ്റ് സ്ട്രിങ് അതിനെ സ്ട്രിങ് ആയിട്ട് സ്ട്രിങ്ങിനെ പ്രിന്റ് ചെയ്യുന്നു. ദെൻ ന്യൂ കണ്ടന്റ് ഹായ് വൃന്ദ ഐ ടാഗിന്റെ ഉള്ളിലുള്ള ഹായ് വൃന്ദ ഹായ് എന്ന് വന്നിട്ടുള്ളതിനെ എന്താണ് പുതിയ കണ്ടന്റ് ആയിട്ട് ഇന്നർ എസ് ടി എം എല്ലിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പേജ് നമ്മൾ അതിനെ പേജ് ഷോസ്. അപ്പൊ എന്താ പേജ് ഷോ ചെയ്യുന്നത് ഹായ് വൃന്ദ വൃന്ദ ഇറ്റാലിക് ആയിട്ട് മാറുന്നു. പേജ് ഷോ ചെയ്യുന്നത് ഹായ് വൃന്ദ എന്നാണ്. ഹായ് വൃന്ദ എന്ന് പറഞ്ഞു മാറുന്നു. അപ്പൊ നമുക്ക് എന്താണ് പേജിനകത്ത് ഹായ് വൃന്ദ എന്ന് പറയുന്നത് ഇങ്ങനെയായിട്ട് മാറുന്നു. ഒരു ഇറ്റാലിക് ആയിട്ട് മാറുന്നു. വൃന്ദ എന്ന് പറഞ്ഞ ഇത് ഇറ്റാലിക് ആയിട്ട് മാറുന്നു. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഇന്നർ എസ് ടി എം എൽ എന്ന് പറഞ്ഞു. ഇന്നർ എസ് ടി എം എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലമെന്റിനകത്തുള്ള ഫുൾ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കണ്ടന്റിനെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചേഞ്ചസ് വരുത്തുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ബ്രൗസറിനകത്ത് പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് ഹായ് വൃന്ദ എന്ന് നേരത്തെ ഹലോ വേൾഡ് എന്നായിരുന്നു, അത് ഹായ് വൃന്ദ എന്നായി. ഇനി എന്നാന്ന് വെച്ചാൽ ഡോട്ട് ടെസ്റ്റ് കണ്ടന്റ് എങ്ങനെയാന്ന് വെച്ചാൽ ഒള്ളി ടെസ്റ്റ് ഇഗ്നോസ് എസ് ടി എം എൽ ടാഗ്സ്. ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഇന്നർ എസ് ടി എം എല്ലിനകത്ത് ടാഗും കൂടി കൺസിഡർ ചെയ്യുന്നു. ഇതിനകത്ത് ഡോട്ട് ടെസ്റ്റ് കണ്ടന്റിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിനെ മാത്രമാണ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനകത്ത് എസ് ടി എം എൽ ടാഗ് ആ എലമെന്റിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ div id is equal to both hello വേൾഡ്. അപ്പൊ ഇതിനകത്ത് ഒരു ബി ടാഗ് ഉണ്ട്. ഈ div എന്ന് പറഞ്ഞ ടാഗിന്റെ ഉള്ളിൽ വേറൊരു ബി ടാഗും കൂടി ഉണ്ട്. അപ്പൊ ഇതിനെ ഈ ടാഗ് HTML ടാഗിനെ ഇഗ്നോർ ചെയ്യുന്നു. അതാണ് ടെസ്റ്റ് കണ്ടന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ നമ്മൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്റ് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ബോട്ട്സ് എന്ന് പറഞ്ഞ ഐ ഡിയിലുള്ള എലമെന്റിനെ ഗെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനകത്തായിട്ട് സ്റ്റോർ ചെയ്യുന്നത് കൺസോൾ ഡോട്ട് ലോഗ് എലമെന്റ് ഡോട്ട് ടെസ്റ്റ് കണ്ടന്റ് ആ എലമെന്റിന്റെ ടെസ്റ്റ് കണ്ടന്റ് എന്താന്ന് പ്രിന്റ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ ഇതിനകത്ത് ബി ടാഗിന്റെ ഉള്ളിലാണ് വേൾഡ് ഇരിക്കുന്നത്, പക്ഷെ ഇതിനെ ഇഗ്നോർ ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഹലോ വേൾഡ് എന്നാണ് പറയുന്നത്. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെന്റ് ഡോട്ട് ടെസ്റ്റ് കണ്ടന്റിനെ ഞാൻ ഹായ് എന്നിട്ട് ഈ ഇറ്റാലിക് എന്ന് പറഞ്ഞ ഇറ്റാലിക് ടാഗ് ഈ ടാഗിന്റെ ഉള്ളില്
വൃന്ദ എന്ന് പറഞ്ഞ് എഴുതുന്നു. അപ്പൊ എന്താണ് ഹായ് വൃന്ദ എന്ന് പറഞ്ഞ സ്ഥാനത്ത് എന്ത് വരുന്നു? അല്ല, വേൾഡ് ഹായ്, അതായത് ഹലോയിന്റെ സ്ഥാനത്ത് ഹായ് എന്നും ബീന്റെ ഉള്ളിലുള്ള വേൾഡ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് വൃന്ദ എന്നും പറഞ്ഞ് ടെസ്റ്റ് കണ്ടന്റ് ഫുള്ളായിട്ട് അങ്ങ് മാറുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ഡോട്ട് ടെസ്റ്റ് കണ്ടന്റ് റീഡ് ചെയ്യുന്നു. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യുന്നു. കൺസോളിൽ പ്രിന്റ് ചെയ്യുമ്പോൾ ഹലോ വേൾഡ് എന്നായിരിക്കും ഇന്ന്. കൺസോൾ പ്രിന്റ്സ് ഹലോ വേൾഡ് സെറ്റിംഗ് ഹായ് ഐ വൃന്ദ ട്രീറ്റ്സ് ഐ ആസ് ടെസ്റ്റ്. അപ്പൊ ഇതിനകത്ത് എല്ലാം ടെസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എലമെന്റ് ഡോട്ട് ടെസ്റ്റ് ഹൈ വൃന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുൾ ആയിട്ട് ടെസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് കാരണം എന്നാണ് പേജ് ഷോസ് ലിറ്ററലി ഹായ് വൃന്ദ എന്ന് പറഞ്ഞു. ഇതിനെ എന്താണ് ടാഗ് ആയിട്ട് അത് കൺസിഡർ ചെയ്യില്ല, അതിനെ ടെസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഫുൾ ടാഗ് വിസിബിൾ ആയിരിക്കും. അതാണ് ഈ ഇന്നർ HTML-ന്റെ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഏകദേശം സെയിം ബിഹേവിയർ ആണ്, പക്ഷെ വ്യത്യാസമുണ്ട്. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട് ഇന്നർ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് കണ്ടന്റിന് ബട്ട് റെസ്പെക്ട് CSS വിസിബിലിറ്റി. ഇന്നർ ടെസ്റ്റ് എന്ന് പറയുന്നത് സിമിലർ ടു ടെസ്റ്റ് ഡോട്ട് ടെസ്റ്റ് കണ്ടന്റിന് സിമിലർ ആണ്, പക്ഷെ CSS വിസിബിലിറ്റിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. യൂസ് ഇന്നർ ടെസ്റ്റ് വെൻ യു ഓൺലി വാണ്ട് ടു ചേഞ്ച് ദ പ്ലെയിൻ ടെസ്റ്റ്. നമ്മുടെ പ്ലെയിൻ ടെസ്റ്റിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ നമുക്ക് വരുത്തണമെങ്കിൽ നമ്മൾ ഇന്നർ ടെസ്റ്റ് യൂസ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ divide ഈക്വൽ ടു ബോക്സ് ഹലോ സ്പാനിന്റെ ഉള്ളിൽ സ്റ്റൈല് ഡിസ്പ്ലേ നണ്ണ് ഹിഡൻ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. സ്പാൻ ടാഗിന്റെ ഉള്ളിൽ അത് കഴിഞ്ഞിട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഡിവ് ക്ലോസ് ചെയ്യുന്നു. ഈ സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ കൺസോൾ ഡോട്ട് ലോഗ് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ബോക്സ് ഡോട്ട് ഇന്നർ ടെസ്റ്റ്. അപ്പൊ നമ്മൾ പിന്നെ എന്നാ വെച്ചാൽ കൺസോൾ ഡോട്ട് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ബോക്സ് ഡോട്ട് ടെസ്റ്റ് കണ്ടന്റ്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് വർക്ക് ചെയ്യണേന്ന് നമുക്ക് നോക്കി. ഇതാണ് കോഡ്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഡോട്ട് ഇന്നർ ടെസ്റ്റും ഡോട്ട് ടെസ്റ്റ് കണ്ടന്റും എന്താണ് ഈ ബോക്സ് എന്ന് പറഞ്ഞ മനസ്സിലായോ? ഈ div എന്ന് പറഞ്ഞ ഒരു ടാഗ് ഉണ്ട്. ആ ടാഗിനകത്ത് ID ബോക്സ്. അപ്പൊ ആ ബോക്സിനകത്ത് ID ഇന്നർ ടെസ്റ്റ് എങ്ങനെയായിരിക്കും, ടെസ്റ്റ് കണ്ടന്റ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ID ബോക്സ് എന്ന് പറഞ്ഞ IDയിലുള്ള എലമെന്റിന്റെ ഇന്നർ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനകത്ത് ഇന്നർ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഹലോ വേൾഡ് എന്ന് വന്നിട്ട് കിട്ടുന്നു. അതായത് ഡോട്ട് ഇഗ്നോസ് ഹിഡൻ ടെസ്റ്റ്, അതായത് ഹിഡൻ ടെസ്റ്റിനെ എന്താണ് ഇഗ്നോർ ചെയ്യുന്നു. അതായത് ഹലോ പിന്നെ എന്താണ് ഈ സ്പാനിന്റെ ഉള്ളിലുള്ള ഈ ടാഗിന്റെ ഉള്ളിലുള്ള ഇതിനെ നമ്മൾ എന്താണ് ഇഗ്നോർ ചെയ്യുന്നു. എന്ത് ഇന്നർ ടെസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് സ്പാൻ കഴിഞ്ഞിട്ടുള്ള വേർഡിനെ പ്രിന്റ് ചെയ്യുന്നു, ഹലോ വേൾഡ് എന്ന് പറയുന്നത്. പിന്നെ ഡോട്ട് ടെസ്റ്റ് കണ്ടന്റ് ആണെങ്കിൽ ഇൻക്ലൂഡ്സ് ഹിഡൻ, അതായത് ഹിഡൻ ആയിട്ടുള്ള അതായത് ഈ എലമെന്റിന്റെ ഉള്ളിലുള്ള വേറെ ഒരു ടാഗ് ഇല്ലേ, ആ ടാഗിന്റെ ഉള്ളിലുള്ള കണ്ടന്റും കൂടി ടെസ്റ്റ് കണ്ടന്റ് ഡോട്ട് ടെസ്റ്റ് കണ്ടന്റ് കാണിക്കുന്നു. അതാണ് ഇൻക്ലൂഡ്സ് ഹിഡൻ കണ്ടന്റും കാണിക്കുന്നു, ടാഗിന്റെ ഉള്ളിലുള്ള കണ്ടന്റും കൂടി കാണിക്കുന്നു. അപ്പൊ ഹലോ ഹിഡൻ വേൾഡ് എന്ന് വന്നിട്ട് കാണിക്കുന്നു. കൺസോൾ ഷോസ് ബോത്ത് ഡിഫറൻസ്, രണ്ടിന്റെയും ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. നീ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ടെസ്റ്റ് കണ്ടന്റും ഇന്നർ ടെസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നീ എന്നാന്ന് വെച്ചാൽ ഫംഗ്ഷൻ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ക്യാൻ ഔട്ട്പുട്ട് ഡാറ്റ വിത്ത് റിട്ടേൺ യൂസ് ചെയ്തിട്ട് ഫംഗ്ഷന് ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് കാണിക്കാനായിട്ട് പറ്റും. ഫംഗ്ഷന് റിട്ടേൺ ഉപയോഗിച്ചിട്ട് ഡാറ്റ ഔട്ട്പുട്ട് കാണിക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഫംഗ്ഷൻ ആഡ് a, b എന്ന് വന്നിട്ട് ഒരു റിട്ടേൺ a+b എന്ന് വന്നിട്ട് കഴിഞ്ഞ് കൺസോൾ ഡോട്ട് ലോഗ് ആഡ് 5, 3 എന്ന് പറഞ്ഞ് രണ്ട് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നു, ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് രണ്ട് ആർഗ്യുമെന്റ്സിനെ പാസ് ചെയ്യുന്നു 5, 3. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ a+b. അപ്പൊ ഫംഗ്ഷൻ കോൾഡ് വിത്ത് 5 and 3, 5 ഉം 3 ഉം വെച്ചിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു.
എന്നിട്ട് നമ്മൾ a+b കണ്ടുപിടിക്കുന്നു, 5+3 കണ്ടുപിടിക്കുന്നു, എന്നിട്ട് തന്നെ റിട്ടേൺ 8 സെൻഡ് ചെയ്യുന്നു, റിട്ടേൺ 8 റിട്ടേൺ ചെയ്യുന്നു, സെൻസ് റിസൾട്ട്സ് ബാക്ക്, റിസൾട്ടിനെ തിരിച്ചു കൊടുക്കുന്നു കൺസോളിലേക്ക്, എന്നിട്ട് കൺസോൾ 8 പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ അപ്പൊ ഫംഗ്ഷനകത്ത് റിട്ടേൺ ഉപയോഗിച്ചിട്ട് ഔട്ട്പുട്ടിനെ ഡാറ്റേനെ ഔട്ട്പുട്ട് ചെയ്യുക, കാണിക്കാം. ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റിംഗ് പർപ്പസിനാണ് നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് കൺവീനിയന്റ് ടു യൂസ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. The document should only be used for ടെസ്റ്റിംഗ് പർപ്പസിന് മാത്രമാണ് നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത് ഒരു HTML ഇതാണ്, അതായത് HTML ന്റെ ഉള്ളില് നമ്മൾ ബോഡി ടാഗിന്റെ ഉള്ളില് h1 മൈ ഫസ്റ്റ് വെബ് പേജ്, മൈ ഫസ്റ്റ് പാരഗ്രാഫ്, സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് 5+6 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നു, HTML ടാഗ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഫസ്റ്റ് വെബ് പേജ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് മൈ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നെവർ കോൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ആഫ്റ്റർ ദി ഡോക്യുമെന്റ് ഹാസ് ഫിനിഷ്ഡ് ലോഡിങ്, ഇറ്റ് വിൽ ഓവർറൈഡ് ദ വോൾ ഡോക്യുമെന്റ്. അതായത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതിയേക്കുന്നത്. പറയാം സ്ക്രിപ്റ്റ് ടാഗിന്റെ ഉള്ളിൽ ഒരിക്കലും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ എഴുതാനായിട്ട് പാടില്ല എന്നാണ് എഴുതിയേക്കുന്നത്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എപ്പോഴും താഴെ, ഡോക്യുമെന്റിന്റെ താഴെയായിട്ടാണ് എഴുതാൻ പാടുള്ളൂ. കാരണം എന്നാണ്, ഫുൾ പേജ് ലോഡ് ചെയ്ത് ഡോക്യുമെന്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എഴുതാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ നെവർ കോൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ആഫ്റ്റർ ദി ഡോക്യുമെന്റ് ഹാസ് ഫിനിഷ്ഡ്, ഇറ്റ് വിൽ ഓവർറൈറ്റ് ദ ഹോൾ ഡോക്യുമെന്റ്. ഹോൾ ഡോക്യുമെന്റ് ഫുൾ ഡോക്യുമെന്റിനെ എന്താണ് ഓവർറൈറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് നമ്മൾ 5+6 ഔട്ട്പുട്ട് എന്താണ് 11 ആണ്. അപ്പൊ അത് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ള കണ്ടന്റിനെ ഒന്നും ലോഡ് ചെയ്യാതെ തന്നെ ഈ ഔട്ട്പുട്ട് ഫുള്ളായിട്ട് ഓവർറൈറ്റ് ചെയ്യും. h1 p ഇതിനെയൊക്കെ ഫുള്ളായിട്ട് ഓവർറൈറ്റ് ചെയ്യും ആദ്യമേ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ. 11 എന്നായിരിക്കും പിന്നെ കിട്ടുന്നത്. അപ്പൊ യൂസിങ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ആഫ്റ്റർ ആൻ HTML document is will delete all existing HTML. അപ്പൊ യൂസിങ് document dot write after an HTML document is will delete all existing HTML. Document doc type HTML body h1 my first the web page h1. അപ്പൊ override the whole document. അതായത് ഡോക്യുമെന്റ് റൈറ്റ് ആഫ്റ്റർ ദി ഡോക്യുമെന്റ് ഫുൾ ഫിനിഷ് ചെയ്യണതിന് മുമ്പ് കഴിഞ്ഞിട്ട് ഇത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എഴുതാൻ പാടില്ല. ഞാൻ തെറ്റായിട്ടാ പറഞ്ഞെ. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഒരിക്കലും നമ്മൾ ഫിനിഷ് ചെയ്യണതിന് മുമ്പ് തന്നെ എഴുതാൻ പാടില്ല, ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എഴുതാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. യൂസിങ് ആഫ്റ്റർ HTML will delete എല്ലാ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള HTML എന്താണ് അത് ഓവർറൈറ്റ് ചെയ്യും. നമ്മൾ അങ്ങനെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എല്ലാ ഡോക്യുമെന്റും കഴിഞ്ഞ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള HTML എന്താണ് ഓവർറൈറ്റ് ചെയ്യും. അപ്പൊ ഡോക് ടൈപ്പ് HTML ഉള്ളില് ബോഡി ടാഗിന്റെ ഉള്ളില് മൈ ഫസ്റ്റ് വെബ് പേജ്, മൈ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺ ടൈപ്പ് ബട്ടൺ ഓൺ ക്ലിക്ക് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് 5+6 ട്രൈ ഇറ്റ് ബട്ടൺ ബോഡി ടാഗിന്റെ ഉള്ളില് HTML ഔട്ട്പുട്ട് മൈ ഫസ്റ്റ് വെബ് പേജ്. നമുക്ക് അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ my first web page and my first web page, my first paragraph. അപ്പൊ ഇത് എഴുതുമ്പോഴത്തേക്ക് എന്താണ് മൈ ഫസ്റ്റ് വെബ് പേജ് എന്ന് പറഞ്ഞ് റൺ ചെയ്യുമ്പോഴത്തേക്കും മൈ ഫസ്റ്റ് വെബ് പേജ് എന്ന് വരും, മൈ ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ നിൽക്കുന്നു. അപ്പൊ ഞാൻ ട്രൈറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ HTML ടാഗ് ഫുള്ളും
ഓവറായി കണ്ടന്റ് ഡോക്യുമെന്റ് ഫുള്ളും ഓവർ റൈറ്റ് ചെയ്ത് ഈ 11 എന്ന് പറഞ്ഞ വാല്യൂ വരുന്നു. ഫുൾ ഓവർ റൈറ്റ് ചെയ്യുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി എന്നാന്ന് ചോദിച്ചാൽ അടുത്തത് ജാവാസ്ക്രിപ്റ്റ് പ്രിന്റ് ആണ്. അതാണ് ഡോക്യുമെന്റ് റൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ജാവാസ്ക്രിപ്റ്റ് പ്രിന്റ് ആണ്. ഇനി പ്രിന്റ് ഒബ്ജക്റ്റോ പ്രിന്റ് മെത്തേഡ്സ് ജാവാസ്ക്രിപ്റ്റ് ിനകത്ത് പ്രിന്റ് ഒബ്ജക്റ്റോ അല്ലെങ്കിൽ പ്രിന്റ് മെത്തേഡ്സുകളോ ഒന്നുമില്ല. അതാണ് ജാവാസ്ക്രിപ്റ്റിന്റെ പ്രത്യേകത. യു കനോട്ട് ആക്സസ് ഔട്ട്പുട്ട് ഡിവൈസസ് ഫ്രം ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസസിനെ ഒന്നും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. The only exception is that you can call the window.print method in the browser to print the content of the current window. അതായത് ജാവാസ്ക്രിപ്റ്റിനകത്ത് പ്രിന്റ് മെത്തേഡ്സ് പ്രിന്റ് ഒബ്ജക്റ്റുകളോ ഒന്നുമില്ല ജാവാസ്ക്രിപ്റ്റിനകത്ത്. വിൻഡോ.പ്രിന്റ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. വിത്ത് ബ്രൗസർ ടു പ്രിന്റ് ദ കണ്ടന്റ് ഓഫ് ദി കറന്റ് വിൻഡോ. കറന്റ് വിൻഡോയുടെ നമുക്ക് കണ്ടന്റിനെ പ്രിന്റ് ചെയ്യാനായിട്ട് നമുക്ക് വിൻഡോ.പ്രിന്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. കറന്റ് വിൻഡോയുടെ കണ്ടന്റിനെ കാണാനായിട്ട് ബ്രൗസറിനകത്ത്. അപ്പൊ നമുക്ക് ഡോക് ടൈപ്പ് HTML ടാഗിന്റെ ഉള്ളിൽ ബോഡി ടാഗിന്റെ ഉള്ളിൽ ഒരു ബട്ടൺ ഓൺ ക്ലിക്ക് വിൻഡോ.പ്രിന്റ് പ്രിന്റ്സ് ദിസ് പേജ് ബട്ടൺ. അപ്പൊ ഇതിനകത്ത് കണ്ടന്റിനെ അതിനകത്തുള്ള കണ്ടന്റിനെ അതായത് പ്രിന്റ്സ് ദിസ് പേജ് അപ്പൊ അതിന്റെ കണ്ടന്റ് ഓൺലി പ്രിന്റ് ദ കണ്ടന്റ് ഓഫ് ദി കറന്റ് വിൻഡോ. കറന്റ് വിൻഡോയുടെ കാണാനായിട്ട് നമുക്ക് ഈ ബട്ടൺ വെക്കുമ്പോഴത്തേക്കും കണ്ടന്റ് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ വിൻഡോ.പ്രിന്റ് വെച്ചിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ നമുക്ക് അപ്പൊ ജാവാസ്ക്രിപ്റ്റ് പ്രിന്റ് എന്ന് പറയുന്നത്. കറന്റ് വിൻഡോയുടെ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടോ അതെല്ലാം ഇതിനകത്തേട്ട് വരുന്നു, നമുക്ക് കാണാനായിട്ട് പറ്റും. അതാണ് വിൻഡോ.പ്രിന്റിന്റെ പ്രത്യേകത. ജാവാസ്ക്രിപ്റ്റിന് പ്രത്യേകിച്ച് പ്രിന്റ് ചെയ്യാനായിട്ടുള്ള ഒബ്ജക്റ്റോ മെത്തേഡുകളോ ഇല്ല. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്ക് വിൻഡോയിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്ന് നമുക്ക് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. വിൻഡോ.പ്രിന്റ് മെത്തേഡ് യൂസ് ചെയ്യാം അതിന്. ഇതാണ് ഔട്ട്പുട്ട് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്.